നിൽക്കത്തില്ല. അതെൻ്റെ മക്കൾക്കും അറിയാം. പിന്നെ അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ ഈ ആട് ഇരിക്കാനും പറ്റുന്നില്ല. അതാ വെള്ളം അയാളുടെ ആ ഒരു കൈ കഴുകുന്ന വെള്ളം എന്തോ ഇരുന്നിട്ട് വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുന്നു. വെള്ളം വേണം അതിന്. കുറേ നേരം ഞാൻ കണ്ടിട്ട് ഞാൻ ഓടിച്ചെന്ന് ആ ആടിനെ ഒന്ന് തടവി. അപ്പോൾ അത് ആ സ്നേഹത്തിൻ്റെ അതിൻ്റെ ആ നിഷ്കളങ്കമായ മുഖം. കാരണം മറ്റുള്ള ആടുകളെ മുറിക്കുമ്പോൾ അതിൻ്റെ വിളിയും ഒക്കെ കേൾക്കുമ്പോൾ ഇതിനറിയാം. ഞാൻ അവസാനം ചെന്ന് പറഞ്ഞു, വയ്യ ആ പനി ദീജിയാ നാ ഉസ്കോന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എന്തിനാ ഞങ്ങൾ കൊല്ല. ഞാൻ പറഞ്ഞു അതിന് വെള്ളം കൊടുക്കുക, അതിന് വെള്ളം ദാഹിക്കുക, നിങ്ങൾ വെള്ളമെങ്കിലും കൊടുക്കുക, മഹാഭാവം ചെയ്യരുത്. അങ്ങനെ വിചാരിച്ച നടക്കുമോ ഭാവി? ദയനീയം നോക്കിയിരുന്നാൽ പറ്റും. ഞാൻ പറഞ്ഞു, ഏതായാലും അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ അതിനെ കൊല്ലുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മുഖം അതിന് വെള്ളത്തിന് വേണ്ടി കേഴുന്നു. വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ വെള്ളം കൊടുത്തില്ല കേട്ടോ. ഞാൻ അവിടെ